ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡെനിം ജീൻസിന്റെ റിവ്യൂ പാർട്ട് 3. ഈ ബ്രാൻഡ് ഇന്ത്യൻ ബ്രാൻഡാണ്. ടിംബർലാൻഡിനെ നാട്ടിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കിയ ബ്രാൻഡാണ്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡാണ്. അപ്പൊ നമുക്ക് ഏതാ ബ്രാൻഡ് നോക്കാം, അതിന്റെ ക്വാളിറ്റി എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ബ്രാൻഡാണ് വുഡ്ലാൻഡ്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. ടിംബർലാൻഡ് എന്ന് പറഞ്ഞ ഫോറിൻ ബ്രാൻഡിനെ എക്സിറ്റ് ചെയ്യേണ്ട കാരണം ഉണ്ടാക്കിയ ബ്രാൻഡാണ്. അപ്പൊ അതിന് മാത്രം ക്വാളിറ്റി സാധനത്തിനുണ്ടോ എന്നില്ല, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ആസ് യൂഷ്വൽ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ബട്ടണാണ്. ബട്ടൺ നല്ല ബ്രാസിന്റെ ബട്ടണാണ് വരുന്നത്. അതുപോലെ വുഡ്ലാൻഡിന്റെ ലോഗോ അതിൽ എൻഡോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ വരുന്ന അതിന്റെ റിവിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആണ്. പക്ഷേ അതും നല്ല ക്വാളിറ്റി ഇല്ലാണ്, നല്ല ഹാർഡ് റിവിറ്റാണ് കൊടുത്തിട്ടുള്ളത്. സോ അത് ക്വാളിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ നമ്പർ 1 അപ്പ്. അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട സിപ്പറാണ്. സിപ്പർ നല്ല ബ്രാസിന്റെ സിപ്പറാണ്. വൈക്കേക്കേന്റെ സിപ്പറാണ് കൊടുത്തിട്ടുള്ളത്. വൈക്കേക്കേന്റെ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, പിന്നെ പ്രത്യേകിച്ച് അതിനൊരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാറെന്ന് പറഞ്ഞാൽ പോക്കറ്റ് റിവിറ്റ്സ് ആണ്. പോക്കറ്റ് റിവിറ്റ്സ് വരുന്നത് ബ്രാസിന്റെ ആണ്. അതുപോലെ ഇവിടെ വുഡ്ലാൻഡിന്റെ ലോഗോ വരുന്നുണ്ട്. അപ്പോൾ ബാക്കിലെ റിവിറ്റിന്റെ ബാക്ക് സൈഡിലെ സ്റ്റാമ്പും അതുപോലെ തന്നെ ബ്രാസിന്റെ വരുന്നത്. അപ്പോൾ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അവിടെയും അപ്പാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലെതർ പാച്ചാണ് കൊടുത്തിട്ടുള്ളത്. വുഡ്ലാൻഡിന്റെ ലോഗോ അതിൽ എൻഡോസ് ചെയ്തിട്ടുണ്ട്. അതിൽ വുഡ്ലാൻഡ് ഡെനിം എന്നെല്ലാം നല്ല വൃത്തിയായി എഴുതിയിട്ടുണ്ട്. സോ ഇതിന്റെ ക്വാളിറ്റിയും എന്താണെന്ന് പറഞ്ഞാൽ അപ്പ് സൈഡിൽ തന്നെ എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്റ്റിച്ചിങ് ആണ്. നല്ല ഇൻസീമിന്റെ എല്ലാം സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ നല്ല റെയിൻഫോഴ്സ് ചെയ്ത് ഡബിൾ സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഈ ജീൻസിനെ ഒരു എന്താ പറയുക നമ്പർ 1 കാറ്റഗറി തന്നെ ഉൾപ്പെടുത്തേണ്ടി വരും. ബിക്കോസ് ഇതുവരെ യൂസ് ചെയ്ത ജീൻസുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ജീൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവരുടെ ജീൻസിന്റെ പ്രൈസിങ് വരുന്നത് ഒരു 3000 to 6000 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷൻ എനിക്ക് അറിയില്ല, ഞാൻ കുറച്ച് മുന്നേ ആണ് ഇവരെ പർച്ചേസ് ചെയ്തത്. പക്ഷേ ക്വാളിറ്റി നമ്പർ 1 അഗൈൻ ഐ എം ടെല്ലിങ്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഷോപ്പുകളിൽ എപ്പോഴും 40% അല്ലെങ്കിൽ എന്താ പറയുക 50% ഓഫർ അപ്പാരൽസിന് ഉണ്ടാവും. സോ അത് നോക്കി വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല റേറ്റിന് കിട്ടും. നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ ജീൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 10 to 15 ഇയേഴ്സ് ഒരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാം. So think about it and choose wisely. So see you with another video. Bye for now. Thanks.